വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 27, 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യൂദാസിന്റെ അന്ത്യം. അവനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്. അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്നു ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അതിന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. പ്രവാചകനായ ജെറമിയ വഴി അരുളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി. അവന്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച 30 വെള്ളി നാണയങ്ങൾ എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിനായി കൊടുത്തു. കടുത്ത കുറ്റബോധം യൂദാസിനെ തളർത്തുന്നു. യേശു മരണത്തിന് വിധിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ട യൂദാസ് വളരെയധികം അസ്വസ്ഥനാകുന്നു. തന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്റെ ഗുരു എന്നും നീതിമാനായിട്ടുള്ള ഒരു ആദർശ പുരുഷനായിരുന്നു തന്റെ ഗുരു എന്നും യൂദാസിന് നന്നായിട്ട് അറിയാമായിരുന്നു. തന്റെ ആദർശ പുരുഷനായി കരുതിയിരുന്ന യേശുവിനെ ഒറ്റിക്കൊടുക്കുക എന്ന് പറയുന്ന നീചമായ കൃത്യത്തിന് യൂദാസ് പ്രേരിതനായത് പണത്തിനോടുള്ള അത്യാഗ്രഹമായിരുന്നിരിക്കണം. യേശുവിന്റെ മരണം കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിച്ചിരുന്നവൻ ആയിരുന്നിരിക്കുകയില്ല യൂദാസ്. അതുകൊണ്ടാണ് മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ യൂദാസ് അതീവ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നു. അവനിൽ നിരാശ ഉരുണ്ടുകൂടുന്നു. അവൻ പൊറുക്കാനാവാത്ത അപരാധമാണ് ചെയ്തത് എന്ന ചിന്ത അവനെ നിരാശയിലെ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെടാനിടവരുന്നു. അതുകൊണ്ട് അവൻ ആഗ്രഹിച്ച പണം അവന് ഉപയോഗിക്കാൻ സാധിക്കാതെ അത് പുരോഹിതന്മാരുടെ മുന്നിലേക്ക് വലിച്ചെറിയുന്നു. ആ പുരോഹിതന്മാരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ തന്റെ ജീവനെ ആത്മഹത്യ ചെയ്ത് നശിപ്പിക്കാനിടവരുന്നു. ദുരന്തപൂർണമായിട്ടുള്ളൊരു അന്ത്യമായി തീർന്നു യൂദാസിന്റേത്. യൂദാസ് ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുള്ള ഒരു പ്രതീക്ഷ യൂദാസിനെ നിലനിർത്താനാകിയില്ല എന്നുള്ളതാണ് യൂദാസിന്റേതായിട്ടുള്ള ഏറ്റവും വലിയ ദയനീയമായ പരാജയം. എന്നാൽ പത്രോസും തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോ പത്രോസ് ആ തെറ്റിൽ നിന്ന് തിരുത്താനുള്ള ഒരു പ്രതീക്ഷയുടേതായിട്ടുള്ള ചിന്തകള് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പത്രോസിന് സാധിച്ചു. ഇവിടെയാണ് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം. ആ പ്രതീക്ഷയുടെ ചിന്തകള് പത്രോസിൽ ഉണ്ടായപ്പോ പത്രോസ് തെറ്റിത്തിരുത്തി അതിൽ നിന്ന് പഠിച്ച പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ പത്രോസ് വളരെ വളരെ ഉയർന്നു, ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ യൂദാസ് പ്രതീക്ഷയ്ക്ക് വക നൽകാതെ നിരാശയിൽപ്പെട്ട് അധപ്പതിക്കാനിടവരുന്നു. അവൻ കെട്ടിഞ്ഞാന്നു ചത്തു എന്നാണ് യൂദാസിനെ പറ്റി സുവിശേഷത്തിൽ വായിക്കാനിടവരുന്നത്. കടുത്ത കുറ്റബോധം യൂദാസിനെ തളർത്തിയെന്നുവരികിൽ വർദ്ധിതമായിട്ടുള്ള പാപബോധം പത്രോസിനെ വളർത്താനാണ് ഇടവന്നത്. യൂദാസ് യേശുവിന്റെ വിലയായിട്ട് വാങ്ങിയ ആ പണം ഉപയോഗിക്കാനുള്ള മനസ്സ് വരാതെ പുരോഹിതന്മാരുടെ മുന്നിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ പണത്തെപ്പറ്റി ഇനി എന്തു ചെയ്യണമെന്നുള്ളതായി പുരോഹിതന്മാരുടെ ആലോചന. അവർ പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചു, ഇത് ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ ഉചിതമല്ല. ഇത് തെറ്റിന്റെ ഫലമാണ് ഈ പണം. അതുകൊണ്ട് ഇതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ സമൂഹത്തിന് നന്മ വരുത്താൻ ഉതകുന്ന രീതിയിൽ അത് വിനിയോഗിക്കണം. അതിനവർ കണ്ടുപിടിച്ചു, വിദേശികളായ അനാഥ പ്രേതങ്ങളെ അടക്കുന്നതിനു വേണ്ടി ഒരു സ്ഥലവും അതിനുള്ള ചുറ്റുപാടുകളും ഉണ്ടാക്കുന്നതിനു വേണ്ടി നമുക്ക് ഈ പണം ഉപയോഗിക്കാം. അതിനുവേണ്ടി അവർ ഒരു പറമ്പ് വാങ്ങുന്നു. കുശവന്റെ പറമ്പ് എന്നാണ് ആ പറമ്പ് അറിയപ്പെടുന്നത്.
അങ്ങനെ യേശുവിന് വിറ്റ് കിട്ടിയ പണം വ്യയം ചെയ്തുകൊണ്ട് വാങ്ങിയ ആ സ്ഥലത്തിന് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്ന പേരിലാണ് വിശുദ്ധ നാട്ടിൽ അറിയപ്പെടുന്നത്. അക്കൽദാമ എന്ന അറമായിക് പദമാണ് നാം ഈ പറമ്പിനു വേണ്ടി ഉപയോഗിച്ചു കാണുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ അനന്തമായ പരിപാലനയുടെ ഭാഗമെന്ന നിലയിൽ മത്തായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതിനെ പ്രേരകമായി ജെറമിയാസ് പ്രവാചകന്റെ ഉദ്ധരണികളും മത്തായി സുവിശേഷത്തിൽ ചേർക്കാൻ മറക്കുന്നില്ല. ഇതെല്ലാം ദൈവിക പദ്ധതിയിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. നാം ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള സത്യമാണ് നാം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കേണ്ടത്.